ആറ്റുകാൽ ജനനിബിഡം ആറ്റുകാൽ ഭക്തി സാന്ദ്രം 10 മണിയോടെ പണ്ടാരടുപ്പിൽ തീ പടരുന്നതോടെ ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും. ക്ഷേത്ര പരിസരം ജനനിബിഡമായി കഴിഞ്ഞു. നേരിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഇന്ന് 2:30 മണിക്കാണ് പൊങ്കാല നിവേദ്യം അർപ്പിക്കുക. 250ഓളം ശാന്തിമാരെയാണ് നിവേദ്യ ചടങ്ങുകൾക്കായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. എല്ലാവിധമായ ഒരുക്കങ്ങളും തലസ്ഥാന നഗരി സ്വീകരിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാവിധമായ സർക്കാർ ഏജൻസികളും സ്ഥാപനങ്ങളും ആറ്റുകാൽ പൊങ്കാല ഒരു വൻ വിജയമാക്കാൻ എല്ലാവിധമായ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. അതിവിപുലമായ റിപ്പോർട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ 24ഉം ചെയ്തു കഴിഞ്ഞു. 24ൻ്റെ അവതാരകരടങ്ങിയ വാർത്താ സംഘം 2-3 ദിവസങ്ങളായി തിരുവനന്തപുരത്തുണ്ട്. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ കിലോമീറ്റർ ദൈർഘ്യത്തിൽ പൊങ്കാല അടുപ്പുകൾ രൂപം കൊണ്ടു കഴിഞ്ഞു. തലസ്ഥാന നഗരം ഗതാഗതമൊക്കെ ഒഴിവാക്കി മുഴുവൻ സ്ത്രീ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഭക്തരെ, ഈ സ്ത്രീജനങ്ങളെ തിരുവനന്തപുരത്ത് എത്തിച്ച പുരുഷന്മാർ മുഴുവനും നഗരത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന കാഴ്ച കൂടിയാണ് ഈ പരിസരം നമ്മോട് ബോധ്യപ്പെടുന്നത്. മാത്രമല്ല, വിദേശ നാടുകളിൽ നിന്നൊക്കെ ഈ അത്ഭുതകരമായ ദൃശ്യങ്ങൾ കാണാൻ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാല. ഇന്ന് 10:30 മണിയോടെ പണ്ടാരടുപ്പിൽ തീ പടരും. പ്രവിത ലക്ഷ്മി നമുക്കൊപ്പം ചേരുന്നു ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന്. പ്രവിത ലക്ഷ്മി, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? എന്തായാലും വളരെ ആകാംക്ഷയുടെ ഭക്തി നിർഭരമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഓരോ ഭക്തയും അവിടെ ആറ്റുകാൽ പൊങ്കാല നിവേദിക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്ന് എനിക്കറിയാം. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് അഗൈൻ എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് തെക്കേ നടയിൽ തന്നെയാണ്. ഇവിടെ ഗൗരി വന്ദനം എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. ഇവിടെയാണ് സാധാരണ ഈ തിരുവനന്തപുരത്ത് സീരിയൽ ഷൂട്ടിങ്ങിനായി മിക്കവാറും സീരിയൽ താരങ്ങളൊക്കെ തങ്ങുന്നത്. അപ്പോൾ അവർ ഇവിടെ പൊങ്കാല ഇടുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അവരെ കാണാനായി ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. മറ്റൊരു സൈഡിൽ പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 10:30യോടെയാണ് പൊങ്കാല നൈവേദ്യത്തിന് തുടക്കമാകുന്നത്. നൈവേദ്യത്തിന് ശേഷം പൊങ്കാല അടുപ്പിൽ നിന്ന് അഗ്നി പകരുക. അതിനുശേഷം ഈ കാലങ്ങളായി കാത്തിരുന്ന ഒരു നിർവൃതിക്കായി കാത്തിരുന്ന ഈ ഭക്തജനങ്ങൾക്കൊക്കെ അവർ ഏറ്റവും അധികം ആരാധിക്കുന്ന അവരുടെ ആറ്റുകാൽ അമ്മയ്ക്കായി പൊങ്കാല അർപ്പിക്കുന്ന ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. പൊങ്കാല അർപ്പിക്കാനായി ഇവിടേക്ക് ഒഴുകുകയാണ് ഇപ്പോഴും. ഞാൻ ഈ നിൽക്കുന്ന തെക്കേ നടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. എത്രത്തോളം ജനനിബിഡമാണ് ഈ പ്രദേശം എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലാകും. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എസ് കെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒഴുക്കാണ്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ ഒഴുകി വരുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇത്രത്തോളം ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും തിരുവനന്തപുരം നഗരത്തിൻ്റെ മറ്റ് പ്രദേശങ്ങൾ എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ എസ് കെ. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും ഒരുപാട് ഈ പൊങ്കാല അർപ്പിക്കാനായി മറ്റ് പ്രദേശങ്ങളിൽ നിന്ന്, അതായത് മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരെ, അതായത് യുഎഇയിൽ നിന്നും യുഎസിൽ നിന്നും ഒക്കെ പൊങ്കാല അർപ്പിക്കാൻ രംഗത്തുള്ളവരും ചലച്ചിത്ര മേഖലയിലെ അഭിനേതാക്കളും ഒക്കെ തന്നെ സാധാരണയായി ഇവിടെ എത്താറുണ്ട്. അപ്പോൾ ഇത്തവണ ആരൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം? പ്രവേദലക്ഷ്മി അവരെ കാണാൻ കാത്തു നിൽക്കുകയാണോ? എനിക്ക് പിന്നിലുള്ള ജനങ്ങൾ അവരെ കാത്തു നിൽക്കുകയാണ് എസ് കെ. ഇപ്പോൾ ഇവിടെ കൃഷ്ണപ്രഭയുണ്ട്, സിനിമ സീരിയൽ താരം കൃഷ്ണപ്രഭയുണ്ട്. അതോടൊപ്പം മറ്റ് സീരിയൽ താരങ്ങളുണ്ട്. ഒപ്പം നമ്മുടെ പ്രേക്ഷകരെല്ലാം കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് ചിപ്പി ചേച്ചി എപ്പോഴാണ് വരുന്നത് എന്ന്. ചിപ്പിയും ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സിനിമ സീരിയൽ താരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കാരണം അത്രത്തോളം അവരും ഭക്തി പുരസരം ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. അത്രത്തോളം ജനനിബിഡമാണ്, അല്ലെങ്കിൽ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മുൻപ് എസ് കെ സൂചിപ്പിച്ചിരുന്നല്ലോ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന്. ഏതാണ്ട് ഇരുണ്ട് മൂടിയ ഒരു അന്തരീക്ഷമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. മഴ പെയ്യുമോ എന്നുള്ളൊരു ചെറിയ ആശങ്കയുണ്ട്. പക്ഷേ എന്നാൽ പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കലത്തിലേക്ക് വെള്ളമൊഴിച്ച് ഇതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലുള്ളവർ ഈ ആറ്റുകാൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇവിടേക്ക്, അതായത് അവരവർ എവിടേക്കാണോ ഈ പൊങ്കാല അർപ്പിക്കാനായി സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നത് അവിടേക്ക് തിരികെ മടങ്ങുന്നതിൻ്റെ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നഗരം ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ എന്നല്ല, ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചത് മുതൽ എല്ലാ ഭക്തജനങ്ങളുടെയും ഒഴുക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ലക്ഷ്മിയാണ് വിവരങ്ങളുമായി ചേർന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു അപൂർവമായ ദൃശ്യത്തിന് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു. ഈ പൊങ്കാല നിവേദിക്കുന്ന ഈ കലത്തിൽ നിന്നുള്ള റിഫ്ലക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ നമ്മൾ വയലാറിനെ ഓർത്തു പോകും. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളി മാനെ എന്നൊരു പഴയ പാട്ടില്ലേ, വയലാർ എഴുതിയ പാട്ട്. മാലിനി നദിയിലേക്ക് ഒരു മാൻ വന്ന്
മാലിന്യ നദിയെ കണ്ണാടിയാക്കി കണ്ണാടി നോക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം പറഞ്ഞു. അതേപോലെയാണ് ഈ പൊങ്കാല അടുപ്പിൽ നിവേദിക്കാൻ വെച്ചിരിക്കുന്ന അടുപ്പിൽ വെച്ചിരിക്കുന്ന ഈ മൺകലത്തിൽ നിന്ന് അതിലെ ദൃശ്യങ്ങൾ, അവിടെയുള്ള ആറ്റുകാല ദൃശ്യങ്ങൾ പ്രതിഫലിക്കുന്ന ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടു. അപ്പോൾ ഇപ്പോൾ ഇനി കിഴക്കേക്കോട്ടയിൽ നിന്ന് ഗോപിക സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗോപിക, അവിടെ എനിക്ക് തോന്നുന്നത് ജനനിബിഡമായി കഴിഞ്ഞു തലസ്ഥാന നഗരം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ. സ്ത്രീ സാഗരമായിരിക്കുകയാണ് തലസ്ഥാന നഗരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. കഴിഞ്ഞ 2 ദിവസവും ഇതുതന്നെയായിരുന്നു അവസ്ഥ. തലസ്ഥാന നഗരത്തിലൂടെ രാത്രിയൊക്കെ തന്നെ അത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ ഭക്തി നിർഭരമായൊക്കെ ഇറങ്ങി നടക്കുന്ന ആൾക്കാരൊക്കെ അതേ കൊച്ചുകുട്ടികളൊക്കെ ആയി ചേച്ചിമാര് വന്നിട്ടുണ്ട്. ചേച്ചി എവിടുന്നാ? കൊല്ലം. ഇന്നലെ വന്നോ അതോ ഇന്നാണോ? രാവിലെ വന്നു. മോനുമായിട്ടാണോ? മോനും അമ്മയും. പേര് പറയോ? ഇല്ല, പേര് പറയാറായിട്ടില്ല. പറയൂ, ഇപ്പൊ ആകെ കുഴഞ്ഞു നിൽക്കുക. ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഇടാറുണ്ടോ? അപ്പൊ ഈ വർഷം ഏതെങ്കിലും വഴിപാടൊക്കെ കഴിച്ചിട്ടാണോ വന്നത്? അതെ. ആരൊക്കെ ആയിട്ടാ വന്നത്? അമ്മയും ഞാനും. അമ്മയും അനിയത്തിയും? ഇല്ല, എന്റെ അമ്മയും ഞാനും മോനും. അമ്മ എല്ലാം സെറ്റാണോ? ആന്ന് മോളെ, കുഴപ്പമൊന്നുമില്ല ഇതുവരെ. പായസമാണോ നിവേദനം? പായസം, ശർക്കര പായസം. ശർക്കര പായസം അല്ലെ? എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണല്ലേ? ആന്ന് 2 മണിക്കൂറിന്റെ ഒരു കാത്തിരിപ്പ മോളെ. അത് തന്നെയാണ് എസ്കേൻ ഇവരുടെ ഒക്കെ മുഖത്ത് കാണുന്ന ഈ തരത്തിലുള്ള സന്തോഷം. ചേച്ചി എവിടുന്ന? ഞങ്ങൾ ആന്ധ്ര. അതെ. എല്ലാ വർഷവും വരാറുണ്ടോ? വരുന്നുണ്ട്. ഞങ്ങള് കൊല്ലം താമസമാ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആന്ധ്രയിൽ നിന്ന് വന്നതാ? ഇല്ലില്ല, കൊല്ലത്ത് തന്നെ താമസം. ആന്ധ്രക്കാര്. ആന്ധ്രക്കാർക്കൊക്കെ അറിയോ ഈ പൊങ്കാലയെ കുറിച്ചൊക്കെ? അവിടെ അറിയാലോ, ഞങ്ങൾ 25 കൊല്ലമായിട്ട് ഇവിടെ തന്നെ താമസമുണ്ട്. ഞങ്ങൾ ആന്ധ്രക്കാർ കുറെ പേരുണ്ട് ഇവിടെ. അതെ. അത് തന്നെയാണ് എസ്കേൻ. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ആന്ധ്രക്കാരാണ്. കുറെ കാലമായിട്ട് കൊല്ലത്താണ് താമസം. കണ്ടോ, ഇവിടെയൊക്കെ കാത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ലൈവിൽ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ തരത്തിലുള്ള മഴ പെയ്യുമോ എന്ന തരത്തിലുള്ള സുരേഷാണ് വിവരങ്ങളുമായി തലസ്ഥാന ജില്ലയിൽ നമുക്കൊപ്പം ചേർന്ന്. തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ ഭക്തജനനിബിഡമായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. 5 ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ കഴിഞ്ഞ കൊല്ലം എത്തിയെങ്കിൽ ഇത്തവണ ആ ലക്ഷവും കടന്നുപോകും. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കിലോമീറ്ററുകൾ ദൈർഘ്യത്തിൽ പൊങ്കാല അടുപ്പുകളുമായി കാത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് പണ്ടാര അടുപ്പിൽ തീ പടരുന്നത് ഈ പൊങ്കാല നൈവേദ്യ ഉത്സവത്തിന് തുടക്കമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അളമുട്ടിയ ചേരയിൽ നിന്ന് ഒരു സന്ദേശം. ചിപ്പി വന്നാലുടനെ പൊങ്കാല അടുപ്പിന് തീ പടരും. ചിപ്പിയെ വിട്ടുപിടി, അളമുട്ടിയാൽ ചിപ്പിയും കടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. ഷൈജ വർഗീസ് പറഞ്ഞു, ഹായ് എസ്കേൻ. ഹായ് ഷൈജ വർഗീസ്. ഇവിടെ മുംബൈയിലും ഇന്നാണ് പൊങ്കാല. ആളുകൾ സെറ്റ് സാരി കൊടുത്ത് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. താങ്കൾ അവിടെ തന്നെ നിൽക്കുക.